കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്നാലും ഒന്ന് പറയേണ്ട കർത്തവ്യം എനിക്കുണ്ട്. ഇപ്പൊ വൈകി പോയി എന്നാൽ സാറിന് നമ്മുടെ പ്രസിഡന്റായ ശ്രീ ബേബി കൃഷ്ണൻ സാർ ഒരു ആദരവ് നൽകുന്നുണ്ട്. അതിനു മുമ്പ് സാറിനെ കുറിച്ച് ഏതാനും വരികൾ ഒന്ന് പറയുകയാണ്. കവി, ഗാനരചയിതാവ്, നാടകകൃത്ത്, സംവിധായകൻ. 12,500-ൽ വേദികൾ അദ്ദേഹം പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. 50 വർഷത്തിനിടയിൽ അരങ്ങുകളിൽ ഇതുവരെയായി 500-ലധികം നാടകം സംവിധാനം ചെയ്തു. 27-ൽ പരം നാടകങ്ങൾ രചിച്ചിട്ടുണ്ട്. കേരള ഫിലിം ക്രിട്ടിക്സിന്റെ നല്ല ഗാനരചനയ്ക്കുള്ള പ്രത്യേക ജൂറി പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സൈലന്റ് വാലി നാടകത്തിന് നല്ല നാടകത്തിനുള്ള സംസ്ഥാന വനം വകുപ്പിന്റെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. നിരവധി പുരസ്കാരങ്ങളും ആദരവുകളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഏവരും തിരുവനന്തപുരത്തല്ല, കേരളത്തിൽ ഒട്ടനവധി സ്ഥലങ്ങളിൽ ഇന്ന് അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. എളിമയും അതുപോലെ സ്നേഹവും കൊണ്ട് എല്ലാവരുടെയും ഹൃദയത്തിൽ ഇടം നേടിയ ബഹുമാനപ്പെട്ട കാര്യവട്ടം ശ്രീകണ്ഠൻ സാറിന് ആദരവ് നൽകുന്നതിലേക്കായി നമ്മുടെ സഹയാത്രി ആർട്സ് ക്ലബ്ബ് പ്രസിഡന്റായ ശ്രീ ബേബി കൃഷ്ണൻ സാറിനെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി കാര്യവട്ടം ശ്രീകണ്ഠൻ സാറിനെയും ക്ഷണിക്കുന്നു. അങ്ങനെ എഴുതിയെന്ന് ചോദിക്കും. അപ്പോൾ അത് നമ്മുടെ അവകാശമാണ്, എഴുത്തുകാരൻ്റെ അവകാശമാണ്. എന്ത് എഴുതണം എന്ന് ചിന്തിപ്പിക്കുന്നത് ഈ സമൂഹമാണെങ്കിൽ പോലും എഴുതാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തരുന്നത് നമ്മുടെ ചിന്ത. ആ സ്വതന്ത്രമായ ചിന്തകളിലൂടെയാണ് നമ്മൾ പ്രതിഷേധിക്കുന്നത്, പ്രതികരിക്കുന്നത്, യോജിക്കുന്നത്, വിയോജിക്കുന്നത്. ഏറ്റവും വലിയ ആയുധം തൂലിക തന്നെയാണ്. അധികാരവും തൂലികയും തമ്മിൽ ഉരസാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്തുമല്ല, നൂറ്റാണ്ടുകളോളം കാലം കൂടാതെ വളരെ പെട്ടെന്ന് ഉണ്ടാകുന്ന മാറ്റത്തെ വിപ്ലവം. മാറ്റം എന്ന് പറയുമ്പോൾ കാലാനുക്രമമായിട്ട് വളരെ കാലങ്ങളെടുത്ത് നമ്മുടെ ഒരു വിശ്വാസം മാറ്റിയിട്ട് വലിയ പാടാണ്. എത്രയോ വർഷമോ നൂറ്റാണ്ടോ കഴിഞ്ഞാൽ സമ്മതത്തോടെ അംഗീകാരത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അല്പസമയം കഴിയുമ്പോൾ ബേബി എന്നെ ഇവിടെ പോകാൻ അനുവദിക്കും. ബേബി അനുവാദത്തിൽ പോകാൻ അനുവദിക്കും. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളായ എഴുത്തുകാരെയും സാംസ്കാരിക പ്രവർത്തകരെയും വിദ്യാഭ്യാസ പ്രവർത്തകരെ കൂടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് സാറിൻ്റെ പുസ്തകം കിട്ടിയിട്ടുണ്ട്. അതിന് വായിക്കാം. കവിതാസമാണ്.